ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഓൾ, നിങ്ങൾ HRD ട്രെയിനറായ മിസ്റ്റർ മധു ഭാസ്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മോട്ടിവേഷണൽ സ്പീച്ചിൽ അപാരമായ കഴിവാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ചിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഒന്നും തന്നെ പ്രവചനത്തിന് അതീതമല്ലെന്ന്. പ്രവചനാതീതമായി ഒന്നേ ഉള്ളൂ, അത് മനുഷ്യനാണെന്ന്, മനുഷ്യന്റെ കഴിവാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും അതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവ് അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ്. എനിക്കറിയാം, ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഒരു എയിം നെറ്റ് നേടുക എന്നതാണ്. നെറ്റല്ല, JRF, അതാകണം ലക്ഷ്യം. അതൊരിക്കലും നിങ്ങളെ കൊണ്ട് സാധ്യമല്ലാത്തതൊന്നുമല്ല, ഈസിയായ കാര്യമാണ്. കുറച്ചു സമയം ആ ലക്ഷ്യത്തിനു വേണ്ടി ചിലവഴിക്കണം, അത്രമാത്രം. അർപ്പണ മനോഭാവത്തോടെ അതിനുവേണ്ടി പോരാടുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. നെറ്റ് പേപ്പർ 1ന്റെ പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിലെ 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള ഒന്നാം മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനിടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കോൺഫറൻസ് ഓർ സബ്മിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? താഴെ പറയുന്നതിൽ ഏതാണ് UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്? ഈ എൻവയോൺമെന്റൽ സബ്മിറ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോൺഫറൻസ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാ വർഷവും ചോദിക്കും, ഒന്നുകിൽ വർഷം ഇല്ലെങ്കിൽ പ്രധാന എയും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോൺഫറൻസ്, വർഷം, എയും ഇങ്ങനെ എഴുതി വെച്ച് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റിലായിട്ട് ഓരോ ഇത് ഉൾപ്പെടുത്താം. അപ്പൊ ഇവിടെ UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ വികസനം, അതായത് വിഭവങ്ങളുടെ ഒക്കെ റിസോഴ്സസിന്റെ ഒക്കെ അമിതമായ ഒരു ചൂഷണം നിയന്ത്രിച്ച് അത് വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ വരും തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്ന എയിമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഉള്ളത്. അങ്ങനെ നമുക്ക് എൻവയോൺമെന്റിനുള്ള ആഘാതം കുറയ്ക്കാനും പറ്റും. വിഭവങ്ങളുടെ അമിതമായ ചൂഷണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻസ്: സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ 1972, റിയോ ഡി ജനീറോ കോൺഫറൻസ് ഓൺ 1992, ജോഹന്നാസ്ബർഗ് സബ്മിറ്റ് ഓൺ 2002, ദ റിയോ +20 കോൺഫറൻസ് ഓൺ 2012. അപ്പൊ ഈ വർഷങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ചോളുക. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 റിയോ ഡി ജനീറോ കോൺഫറൻസ് 1992 ദി ജോഹന്നാസ്ബർഗ് സബ്മിറ്റ് 2002 റിയോ +20 കോൺഫറൻസ് 2012 ആൻസർ ഓപ്ഷൻ ഡി ആണ്. UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത് ദ റിയോ +20 കോൺഫറൻസ് ആണ്. 2012 റിയോ +20 കോൺഫറൻസ്. അടുത്ത സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972. എൻവയോൺമെന്റൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് UNന്റെ ആദ്യത്തെ കോൺഫറൻസ് ആണത്. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ആണ് എൻവയോൺമെന്റൽ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള UNന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ ആദ്യത്തെ കോൺഫറൻസ്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞ റിയോ ഡി ജനീറോ കോൺഫറൻസ് 1992 UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. റിയോ ഡി ജനീറോ കോൺഫറൻസ് ഓർത്തോളുക, UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. റിയോ എർത്ത് സമ്മിറ്റ് എന്നറിയപ്പെടുന്നത് അതാണ്. റിയോ എർത്ത് സമ്മിറ്റ് 1992. അടുത്തത് ജോഹന്നാസ്ബർഗ് സബ്മിറ്റ് 2002, അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, one labeled as assertion and the other as reason. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ പേപ്പർ 1ലും പേപ്പർ 2ലും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നന്നായിട്ട് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ആൻസർ എഴുതാവൂ. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എപ്പോഴും അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻസ് ഈ ഒരു ഓർഡറിലാണ് ചോദിച്ചു വരുന്നത്. ABCD എന്നുള്ള ഓപ്ഷൻസ് ഇതേ ഓർഡർ തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ എപ്പോഴും A and R കറക്റ്റ്, R is the correct explanation of A, അങ്ങനെ ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഇപ്പൊ ഈയിടെയായിട്ട് 1-2 വർഷം തിരിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ഇവിടെ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മൂവ്മെന്റ്സ് ഓഫ് സർഫസ് വാട്ടർ ഓഫ് ഓഷൻ ഈസ് നോൺ ആസ് ഓഷൻ കറന്റ്. റീസൺ, ഓഷൻ കറന്റ്സ് ആർ കോസ്ഡ് മെയിൻലി ഡ്യൂ ടു പ്ലാനറ്ററി വിൻഡ്സ് and the difference in temperature and density of water. അപ്പൊ ഇവിടെ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
സമുദ്ര ഉപരിതല ജലത്തിന്റെ ഒരു ചലനമാണ് ഓഷൻ കറന്റ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് എന്നതാണ്. സമുദ്രത്തിന്റെ ഉപരിതല ജലത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ്. അടുത്ത റീസൺ പറയുന്നത് ഓഷൻ കറന്റ്സിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് സ്ഥിരമായിട്ടുള്ള വിൻഡ്, സ്ഥിരവാദങ്ങളും അതുപോലെ തന്നെ സമുദ്രജലത്തിന്റെ ടെമ്പറേച്ചറിലും ഡെൻസിറ്റിയിലും ഉണ്ടാകുന്ന വ്യത്യാസവും ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓഷൻ കറന്റ്സ് അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത് സമുദ്ര ഉപരിതല ജലത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ അസേർഷൻ കറക്റ്റ് ആണ്. അടുത്ത റീസൺ, സമുദ്രജല പ്രവാഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ്സ് ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഡെൻസിറ്റിയും അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസണും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അസേർഷനും റീസണും കറക്റ്റ് ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയോ ബിയോ ആയിരിക്കും. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ റീസൺ എന്ന് പറയുന്നത്, അതായത് ഓഷൻ കറന്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്ലാനറ്ററി വിൻഡ്സിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലോ ഡെൻസിറ്റിയിലോ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്നുള്ളത് ഒരിക്കലും അസേർഷൻ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോ അസേർഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മൂവ്മെന്റ് ഓഫ് സർഫസ് വാട്ടർ ഓഫ് ഓഷൻ ഈസ് നോൺ ആസ് ഓഷൻ കറന്റ് കറക്റ്റ് ആണ്. ഓഷൻ കറന്റ്സ് ആർ കോസ്ഡ് മെയിൻലി ഡ്യൂ ടു പ്ലാനറ്ററി വിൻഡ്സ് ആൻഡ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത് രണ്ടും കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, which of the following type of energy source employ direct energy conversion process to produce electricity? താഴെ പറയുന്ന എനർജി സോഴ്സിൽ ഏതിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നേരിട്ടുള്ള ഊർജ്ജ പരിവർത്തനം നടത്തുന്നത്? അതായത് ഒരു ഇന്റർമീഡിയറ്റ് പ്രോസസ് ഒന്നും ഇല്ലാതെ തന്നെ ആ സോഴ്സിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിൽ നിന്നാണ്? അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് സോളാർ എനർജി പറയാം. സോളാർ റേസിൽ നിന്ന് നേരിട്ടാണ് എനർജി ഉൽപ്പാദനം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ബയോമാസ്, വിൻഡ്, ജിയോതെർമൽ, ന്യൂക്ലിയർ. അപ്പൊ അതിലെ ആൻസർ അതിൽ തന്നെ ഉണ്ട്. ആ എനർജി എന്നുള്ളത് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജിയാണ് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത്. ബയോമാസിലും വിൻഡിലും ജിയോതെർമലിലും ഒക്കെ ഇന്റർമീഡിയറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ബയോമാസിൽ ഒരു എനർജി കണ്ടന്റ് ഗ്യാസ് ആയിട്ട് മാറ്റിയിട്ട് പിന്നെയാണ് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത്. ഇവിടെ ന്യൂക്ലിയർ എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are priority areas in relation to the sustainable development goals? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരാത്ത പ്രയോറിറ്റി ഏരിയാസ് ഏതാണെന്ന്. 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2030 ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. 17 ഗോൾസ് ആണുള്ളത്. ആ 17 ഗോൾസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ നോക്കിക്കൊള്ളുക, പഠിച്ചോളുക. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അപ്പൊ അത് അച്ചീവ് ചെയ്യുന്നത് 2030 അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു തീം ലൈൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം അവർ വേൾഡ് എന്നാണ്. അപ്പൊ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കൊള്ളുക. അപ്പൊ ഇതില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോ പോവർട്ടി, സീറോ ഹങ്കർ, റെഡ്യൂസിംഗ് അർബനൈസേഷൻ, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൻസർ സി ആണ്. റെഡ്യൂസിംഗ് അർബനൈസേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നില്ല. നോ പോവർട്ടി, സീറോ ഹങ്കർ, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ? അൾട്രാവയലറ്റ് റേഡിയേഷന്റെ വേവ് ലെങ്ത് ഷോർട്ടർ ആണ്, ലോങ്ങർ ആണ്, സീറോ ആണ്, ഫിനൈറ്റ് ആണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സോളാർ റേഡിയേഷനിൽ വരുന്നതാണ്. സോളാർ റേഡിയേഷൻ, ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ഷോർട്ടർ വേവ്സ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് ആയാലും സോളാർ റേഡിയേഷൻ ആയാലും ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. അതുപോലെ ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ്ങർ റേഡിയേഷൻ ആണ്, ലോങ്ങർ വേവ് ലെങ്ത് ആണ്. അൾട്രാവയലറ്റ് റേഡിയേഷൻ അതുപോലെ സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത്. Next one, India's oil bearing areas are mostly associated with. ഇന്ത്യയിലെ ഓയിൽ കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഏത് ശിലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഓയിൽ റിസർവ് കാണപ്പെടുന്നത്? പ്ലൂട്ടോണിക് റോക്ക്, വോൾക്കാനിക് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അതായത് ആഗ്നേയ ശിലകള്, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ, ഇതിലെ ഏതിലാണ് ഓയിൽ റിസർവ്സ് കാണപ്പെടുന്നത്? പ്ലൂട്ടോണിക്കും വോൾക്കാനിക്കും ആഗ്നേയ ശിലകളുമായിട്ട് ബന്ധപ്പെടുന്നു. ഈ ആഗ്നേയ ശിലകൾ തന്നെ ഭൂമിയുടെ ഏറ്റവും ഉൾത്തട്ടിൽ കാണുന്നതിനെയാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത്, അതാണ് പ്ലൂട്ടോണിക് റോക്ക്.
ആൻസർ ഓപ്ഷൻ സി ആണ്. സെഡിമെന്ററി റോക്സ് ആണ്. സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന സെഡിമെന്ററി റോക്സിലാണ് ഇന്ത്യയിലെ ഓയിൽ റിസർവ്സ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇൻസൈഡ് റൂറൽ ഹോംസ് ദ സോഴ്സ് ഓർ സോഴ്സസ് ഓഫ് നൈട്രജൻ ഓക്സൈഡ് പൊല്യൂഷൻ മേ ബി. അതായത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ നൈട്രജൻ ഓക്സിജൻ മലിനീകരണം ഉണ്ടാകാനുള്ള ഉറവിടം ഏതായിരിക്കാം? ഓപ്ഷൻസ് ഗ്യാസ് സ്റ്റൗ, വുഡ് സ്റ്റൗ, കെറോസിൻ ഹീറ്റേഴ്സ്. അതായത് ഗ്യാസ് സ്റ്റൗകളാണോ, വിറവ് അടുപ്പുകൾ, അല്ലെങ്കിൽ മണ്ണെണ്ണ കൊണ്ട് പ്രവർത്തിക്കുന്ന ഹീറ്റേഴ്സ്, ഇതിൽ ഏതാണ് നൈട്രജൻ ഓക്സൈഡ് കൊണ്ടുള്ള മലിനീകരണത്തിന് കാരണമാകുന്നത്? അപ്പോൾ ഗ്യാസ് സ്റ്റൗവും വുഡ് സ്റ്റൗസും കെറോസിൻ ഹീറ്റേഴ്സും ഇതെല്ലാം തന്നെ നൈട്രജൻ ഓക്സൈഡ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ മലിനീകരണത്തിന് ഇത് മൂന്നും കാരണമാകുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഗ്യാസ് സ്റ്റൗസ്, വുഡ് സ്റ്റൗസ് ആൻഡ് കെറോസിൻ ഹീറ്റേഴ്സ് ആർ കോസ്ഡ് ഫോർ പൊല്യൂഷൻ ഇൻ പൊല്യൂഷൻ വിത്ത് nitrogen oxide. Next one, which of the following phenomena is not a natural hazard? താഴെ പറയുന്നതിൽ നാച്ചുറൽ ഹസാർഡിൽ വരാത്തത് ഏതാണ്? നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇത് എ നാച്ചുറൽ ഫിനോമിന ദാറ്റ് മൈറ്റ് ഹാവ് എ നെഗറ്റീവ് എഫക്ട് ഓൺ ഹ്യൂമൻസ് ഓർ എൻവയോൺമെന്റ്. മനുഷ്യന് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തത്തെയാണ് നമ്മൾ നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. പ്രകൃത്യാ ഉള്ള സംഭവത്തെയാണ് നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് വൈൽഡ് ഫയർ, ലൈറ്റ്നിങ്, ലാൻഡ്സ്ലൈഡ്, കെമിക്കൽ കണ്ടാമിനേഷൻ. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കെമിക്കൽ കണ്ടാമിനേഷൻ ആണ്. അതുപോലെ വൈൽഡ് ഫയറും ലൈറ്റ്നിങ്ങും ലാൻഡ്സ്ലൈഡും ഒക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇവിടെ വൈൽഡ് ഫയറിനെ നമുക്ക് ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. കാട്ടുതീ എപ്പോഴും നാച്ചുറൽ ആയിട്ട് ഉണ്ടാകണം എന്നില്ല, മനുഷ്യന്റെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ വെച്ച് കെമിക്കൽ കണ്ടാമിനേഷൻ ആണ് നാച്ചുറൽ ഹസാർഡിൽ വരാത്തത്. Next one, which of the United Nations department is responsible for providing support and capacity building of sustainable development goals? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ആ ലക്ഷ്യങ്ങളുടെയൊക്കെ പിന്തുണയും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്ര വകുപ്പിൽ ഏതിനാണ് ഉത്തരവാദിത്വമുള്ളത്? ഇതെല്ലാം തന്നെ യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സുസ്ഥിര വികസന ഗോൾസ് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, ഒരു 17 ഗോൾസ് ഉള്ളത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഉത്തരവാദിത്തമുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റിനാണ്? ഓപ്ഷൻസ് പൊളിറ്റിക്കൽ ആൻഡ് പീസ് ബിൽഡിംഗ് അഫയേഴ്സ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ, ഓൾ ദി എബോവ്. അപ്പോൾ ഓപ്ഷൻസ് ഓരോന്ന് നോക്കൂ. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ളതോ ഇല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ളതോ ഒന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്നില്ല. അടുത്ത എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ആണ്. തീർച്ചയായും സോഷ്യൽ അഫയേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് അഫയേഴ്സ് ആണ് റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട, റിസോഴ്സിന്റെ ഉപയോഗമാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ബി ആണ് കറക്റ്റ് ആൻസർ. എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് സപ്പോർട്ട് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പാർട്ട് ഓഫ് നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി, Indian government is planning to raise the installed capacity of renewable energy by the year 2030. 2030 കൂടി റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ കപ്പാസിറ്റി എത്ര കണ്ട് വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ആസ് പാർട്ട് ഓഫ് ദ നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് പോളിസി, ഇന്ത്യ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓപ്ഷൻസ് 175 ജിഗാവാട്ട്, 200 ജിഗാവാട്ട്, 250 ജിഗാവാട്ട്, 350 ജിഗാവാട്ട്. ആൻസർ 350 ജിഗാവാട്ട് ആണ്. 2030 കൂടി റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ കപ്പാസിറ്റി 350 ജിഗാവാട്ടായി ഉയർത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്ലാൻ. അതായത് ഇവിടെ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. റിന്യൂവബിൾ എനർജിയിൽ വരാത്തത് ഏത് ഇല്ലെങ്കിൽ വരുന്നത് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനരുപയോഗിക്കാവുന്നത്, റീയൂസ് ചെയ്യാവുന്നത്, നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്ത എനർജി സോഴ്സ് ആണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. വാട്ടർ, സോളാർ എനർജി, വിൻഡ് എനർജി ഇതെല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. അങ്ങനെയുള്ളതാണ് നോൺ റിന്യൂവബിൾ, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തത്. അത് മിനറൽസ്, ഓയിൽ, പെട്രോളിയം അതുപോലെയൊക്കെ ഉള്ളത് വരുന്നത് നോൺ റിന്യൂവബിൾ എനർജിയിലാണ്. അതും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.